ഹായ് ഫ്രണ്ട്സ്, നമുക്കിതുപോലെയുള്ള ഒരു സ്കാർഫ് ചെയ്താലോ? ഇത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്കാർഫാണിത്. ഇതിന് ക്രോഷറ്റ് ബന്ധന എന്നും പറയും. ഇത് നമുക്ക് ഒരുപാട് കളേഴ്സിൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് ബേബീസിനൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഒരു ഭംഗിയാണ് ഹെയറിലൊക്കെ കാണാൻ. ഒരുപാട് സൈസിൽ കളേഴ്സിൽ ഇത് നമുക്ക് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കോട്ടൻ്റെ 4 ആണ്. 4 ആണെങ്കിലും 3mm ഹുക്ക് സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് സ്റ്റിച്ച് മാർക്കേഴ്സുമാണ്. അപ്പോൾ നമ്മളിനി ഫസ്റ്റ് ചെയ്യുന്നത് മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. ഇതാ ഈ ഒരു ലൂപ്പിലേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം പിടിച്ചു കൊടുക്കാം. രണ്ട് കയർ കൂടുന്ന ഭാഗത്ത് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് ആണ് കൂടുന്ന ഭാഗം പിടിച്ചു കൊടുക്കുക. 1 2 3 ചെയിൻ ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ ബാലൻസ് 2 ലൂപ്പ് ഉണ്ടാവും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ആദ്യം ചെയ്ത 3 ചെയിന് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. അപ്പോൾ 2 സ്റ്റിച്ചായി. ഇനി നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ 3 ചെയിനും കൗണ്ട് ചെയ്തിട്ട് അങ്ങനെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. വീണ്ടും നമ്മളൊരു ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് യാൺ ഓവർ ചെയ്യുക. ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കുക. 1 2 3. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 3 ചെയിനും 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. അത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ 1 ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു സർക്കിളിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ഒരു മാജിക് നമ്മൾ ടൈലൻഡ് ഉണ്ടല്ലോ, ആ ടൈലൻഡ് ഒന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഈ ഒരു സർക്കിൾ റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സെൻറ്റർ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക കേട്ടോ. സ്റ്റിച്ച് മാർക്കർ വെക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചെയ്ത 3 ചെയിൻ 1 2 3 ചെയിൻ്റെ ടോപ്പിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക കേട്ടോ. ബിഗിനേഴ്സ് ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതി, അല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതാ ഇവിടെ നിന്ന് 3 ചെയിൻ ചെയ്ത് കൊടുക്കുക. 1 2 3 ചെയിൻ ചെയ്യുക. എന്നിട്ട് വർക്ക് ഇങ്ങോട്ട് ബാക്ക് സൈഡിലേക്ക് ടേൺ ചെയ്യുക. ഇത് നമ്മൾ ഇങ്ങനെയാണ് പിടിച്ചിട്ടുള്ളത്. ഈ വർക്കിനെ നമ്മളൊന്നിങ്ങനെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് വെച്ച് കൊടുക്കാം. അതിന് ശേഷം യാൺ ഓവർ ചെയ്യുക. ഈ 3 ചെയിൻ ചെയ്ത സെയിം സ്പേസിൽ തന്നെ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളിവിടെ 3 ചെയിനും സെയിം സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യയും ചെയ്തു. വീണ്ടും നമ്മൾ ഈ ഒരു സെയിം സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും കൂടി ചെയ്യുക. അപ്പോൾ 3 ചെയിന് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. ബാക്കി 2 ഡബിൾ ക്രോഷ്യ, അങ്ങനെ ടോട്ടൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് നമ്മളിവിടെ ചെയ്തു. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ ഒരു സെൻറ്ററിലാണ്. ഈ സ്റ്റിച്ച് മാർക്കർ ഇട്ടിട്ടുള്ള ഈ ഒരു സെൻറ്ററിലാണ്. അപ്പോൾ ഈ സ്റ്റിച്ച് മാർക്കർ നമുക്ക് റിമൂവ് ചെയ്യാം. അതിന് ശേഷം നമ്മളിതാ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള അതിലേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഈ സെയിം സ്പേസിൽ തന്നെ ഈ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ഈ സെയിം സ്പേസിൽ തന്നെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യാം. അപ്പോൾ ഈ ഒരു സെൻറ്ററിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 6 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ 3 എണ്ണം ചെയ്തു. അതിനുശേഷം ചെയിൻ 1 ചെയ്തു. വീണ്ടും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു.
അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നത് കേട്ടോ. ഈ സ്റ്റിച്ച് നമ്മൾ ഇൻക്രീസിങ് ആയി. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ സെൻറ്ററിൽ ചെയിൻ 1 ചെയ്താൽ അവിടെ നമുക്ക് വീണ്ടും ഇവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ യാൺ ഓവർ ചെയ്യുക. ഇതാ ഈ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള നമ്മൾ 3 ചെയിനിൽ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുണ്ടല്ലോ, അത് റിമൂവ് ചെയ്യുക. എന്നിട്ട് അതിൽ നമുക്ക് വീണ്ടും അവിടെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഒരു ചെയിനിൽ തന്നെ 3 എണ്ണം ചെയ്യുക. 1 ചെയ്തു. സെയിം സ്പേസിൽ തന്നെ സെക്കൻഡ് ചെയ്യാം. സെയിം സ്പേസിൽ തന്നെ തേർഡ് 1ഉം ചെയ്യാം. അപ്പോൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കിതാ ഇവിടെ നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്തു. സെൻറ്ററിൽ നമ്മളിതാ ഈ സ്റ്റിച്ച് മാർക്കർ ഇട്ട് അവിടെ നമ്മൾ 6 സ്റ്റിച്ച് ചെയ്തു. പിന്നെ ലാസ്റ്റ് ചെയിനിലും നമ്മൾ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്കിതാ ഈ ഒരു ലാസ്റ്റ് ചെയിൻ ഇതാ ഇവിടുന്ന് നമ്മൾ 3 ചെയിൻ ചെയ്തിട്ടാണല്ലോ, ആ തേർഡ് ചെയിനിൽ നമുക്ക് വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമുക്ക് ആ ഒരു സ്റ്റിച്ച് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്റ്റിച്ച് മാർക്കർ വെക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഇതാ ചെയിൻ 3 ചെയ്യുക. 1 2 3 ചെയിൻ 3 ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ വർക്ക് ഉള്ളത്. അതിങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ടേൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെയിം സ്പേസിൽ നമ്മൾ 2 ഡബിൾ ക്രോഷേ കൂടി ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ 3 ഡബിൾ ക്രോഷേ ആയിട്ട് ചെയിൻ 3 ഒരു ഡബിൾ ക്രോഷേ ആയിട്ട് കൗണ്ട് ചെയ്യും. ടോട്ടൽ ഈ ഒരു ചെയിനിൽ നമ്മൾ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. നമ്മൾ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ അതാ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നതിന് മുന്നേ നമുക്കിവിടെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു സ്പേസിലേക്കാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ സ്റ്റിച്ച് മാർക്കർ ഇതാ ഇവിടെ എത്തുന്നതിന് മുന്നേ നമുക്കിതാ ഇവിടെ ഒരു ഗ്യാപ്പ് ഇങ്ങനെ സ്പേസ് കാണാം. ഈ 3DC കഴിഞ്ഞിട്ടുള്ള അതിലേക്ക് നമുക്ക് വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആ ഗ്യാപ്പിലും നമുക്ക് 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളിവിടെ 3 ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള നമ്മുടെ സെൻറ്ററിലാണ്. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമ്മൾ 6 സ്റ്റിച്ച് ചെയ്യും കേട്ടോ. സെൻറ്ററിൽ നമ്മൾ 6 സ്റ്റിച്ച് ചെയ്യും. ഫസ്റ്റ് നമ്മൾ സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യും. സെയിം സ്പേസിൽ തന്നെ സെക്കൻഡ് 1 ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ചെയിൻ സ്പേസിൽ തേർഡ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക. സെയിം സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3. അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു സെൻറ്ററിൽ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയിൻ 1 3 ഡബിൾ ക്രോഷേ ചെയ്തു. അതിൽ നമുക്ക് ആ ഒരു ചെയിൻ 1 ചെയ്ത് അവിടെ വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മളിതാ ഇവിടെ ഒരു 3DC കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിലും നമ്മൾ 3DC ചെയ്ത് കൊടുക്കാം. 1 2 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്ക് വീണ്ടും ആ ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 സെയിം സ്പേസിൽ തന്നെ സെക്കൻഡ് DC, സെയിം സ്പേസിൽ തേർഡ് DCയും ചെയ്യുക. അപ്പോൾ നമ്മളെ വർക്ക് ഇങ്ങനെ മുകൾ ഭാഗത്തേക്ക് ഇതാ ഇങ്ങനെ ഇൻക്രീസായി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ താഴ്ഭാഗം വരുന്നത്. ഇവിടേക്ക് ഇങ്ങനെ ഇൻക്രീസായി വരുന്നത് കാണാം. ഇനി നമ്മൾ 1 2 3 ചെയിൻ ചെയ്യുക. വർക്ക് ടേൺ ചെയ്യാം. വേണമെങ്കിൽ നമുക്കിതാ ഈ ഫസ്റ്റ് 3 ചെയിൻ ചെയ്തില്ലേ, ഈ റൗണ്ടിൽ ഈ ഒരു ഇവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇവിടെ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് മാർക്കർ വെക്കാം. അതിന് ശേഷം നമുക്ക് 3 ചെയിൻ ചെയ്യുക. വർക്ക് ടേൺ ചെയ്യുക. വർക്ക് ഇതാ ഇങ്ങനെയാണുള്ള വർക്കിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് മറിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മളിതാ വീണ്ടും സെയിം സ്പേസിൽ
3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്തവിടെ ഒരു 2 സ്പേസ് ഉണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നതിന് മുന്നേ 2 സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ആ 2 സ്പേസിലും നമുക്ക് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് ഓരോ സ്പേസിലും നമ്മൾ ചെയ്യേണ്ടത്. ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതാ അടുത്ത സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ആ സ്പേസിലും 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. ഇനി നമുക്ക് വരുന്നത് ഈ ഒരു സെൻറ്ററിലാണ്. ഈ ഒരു സെൻറ്ററിൽ നമ്മൾ 6 സ്റ്റിച്ചസ് ആണ് ചെയ്യുന്നത്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. എന്നിട്ട് ആ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യം 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഈ ഒരു സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വീണ്ടും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സെൻറ്ററിൽ നമ്മൾ 6 സ്റ്റിച്ച് ചെയ്തു. നമ്മൾ 3 ചെയിൻ ചെയ്തിട്ട് ചെയിൻ 1 ചെയ്ത് അതിൽ വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ 2 സ്പേസിലും ഒരു 3 DC ചെയ്യുക. പിന്നെ ഇവിടെ വീണ്ടും 3 DC ചെയ്യുക. എന്നിട്ട് ചെയിൻ 3 ചെയ്ത് വർക്ക് ടേൺ ചെയ്യുക. അങ്ങനെ ഈ ഒരു സെയിം പാറ്റേൺ നമുക്ക് എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് അതുവരെ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ വരുന്ന സ്പേസിലൊക്കെ 3 DC ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെയിൻ 3 ചെയ്ത് വർക്ക് ടേൺ ചെയ്യുക. അതിന് ശേഷം ഇവിടെ 3 DC ചെയ്യുക, 2 DC ചെയ്യുക. അപ്പം ചെയിൻ 3 ഒരു DC ആയിട്ട് കൗണ്ട് ചെയ്യും. പിന്നെ ഈ ഒരു സ്പേസിൽ 3 DC, ഈ ഒരു സ്പേസിൽ 3 DC, ഇവിടെ നമ്മൾ 6 DC ചെയ്യുക. പിന്നെ ഈ സ്പേസിലൊക്കെ നമ്മൾ 3 DC ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അവരെ നമ്മൾ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇതാ ഇങ്ങനെ ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 10 വയസ്സ് 12 വയസ്സുള്ള കുട്ടിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊന്ന് മെഷർമെൻറ്റ് നോക്കാം. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ 20 ഇഞ്ചാണുള്ളത്. അപ്പോൾ നമ്മൾ ഹെഡിൻ്റെ സർക്കംസ്റ്റൻസ് എടുക്കുക. ആർക്കാണോ ചെയ്യുന്നത് അവരുടെ ഹെഡിൻ്റെ സർക്കംസ്റ്റൻസ് എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് 20 ഇഞ്ചും പിന്നെ ലെങ്ത്ത് നമ്മൾ നോക്കുമ്പോൾ വിഡ്ത്ത് 20ഉം ലെങ്ത്ത് 10 ഇഞ്ചുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ഹെഡിൻ്റെ സർക്കംസ്റ്റൻസ് നോക്കുക. വലിയ ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി അധികം എടുക്കുക. അങ്ങനെ ഈ ഒരു സെയിം പാറ്റേൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ ഇത് സെൻറ്ററിൽ മാത്രം 6 ഡബിൾ ക്രോഷേ 3 ഡബിൾ ക്രോഷേ ചെയിൻ 1 3 ഡബിൾ ക്രോഷേ ചെയ്യുക. പിന്നെ ബാക്കി എല്ലാ ചെയിനിലും നമുക്ക് സ്പേസിലും 3 ഡബിൾ ക്രോഷേ ചെയ്ത് നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഒരു കയറ് ഒരു സ്ട്രാപ്പ് പോലെ ചെയ്തിട്ട് കെട്ടാനുള്ള ഒരു കോഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ സ്റ്റിച്ച് കൗണ്ട് ചെയ്യണ്ട. നമ്മൾ എന്താ വെച്ചാൽ നിങ്ങളെടുക്കുന്ന യാണും ഞാൻ എടുക്കുന്ന യാണും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഹുക്കിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ചെയിൻ സ്റ്റിച്ചിലും വ്യത്യാസം വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ഏത് വർക്ക് ചെയ്യുകയാണെങ്കിലും ചെയിൻ സ്റ്റിച്ച് ചെയിനായാലും റൗണ്ട് ഒന്നും കൗണ്ട് ചെയ്യരുത്. നമുക്ക് ആർക്കാണോ നമ്മൾ ചെയ്യുന്നത് അവരുടെ മെഷർമെൻറ്റ് ഓരോന്നും എടുത്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും കേട്ടോ. ഇപ്പോൾ ചില കുട്ടികൾ ചോദിക്കാറുണ്ട് എന്നോട്, ഞാൻ മിസ്സേ വീഡിയോ കാണുന്നത് പോലെ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് അത്ര കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ അത് നമ്മൾ യാണിൻ്റെ നമ്മൾ 4 പ്ലേ ആണ് തന്നെയാണ് ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ യാണ് ചിലപ്പോൾ 4 പ്ലേ ആണെങ്കിലും ചിലത് വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മൾ ആ യാണിൻ്റെ തിക്നെസ്സിന് വ്യത്യാസം ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിനും വ്യത്യാസം വരും. അപ്പം നിങ്ങൾ വർക്ക് നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റിച്ചസ് കൗണ്ട് ചെയ്യാതെ നമ്മൾ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഞാനിതാ ഇവിടുന്ന് 12 ഇഞ്ചിൽ ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ നിങ്ങൾ 12 ഇഞ്ചിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യുന്നത്
നമുക്ക് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ സ്ലീവ് സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിൻ്റെ കൂടെ പുറത്തേക്ക് എടുക്കാം. സ്ലീവ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ എല്ലാ ചെയിനിലും നമുക്ക് ഓരോ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 20 ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത്, അല്ല 12 ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങളും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കെട്ടാണ് ജസ്റ്റ് ഒന്ന് തലേൻ്റെ ബാക്കിലേക്ക് ആക്കിയിട്ട് നമുക്ക് കെട്ടി കൊടുക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കയറുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പിന്നെ എന്താണ് ഹെയർ ബാൻഡിലൊക്കെ നമ്മൾ ഇത് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഈ കയറിൻ്റെ ആവശ്യമില്ല. ഹെയർ ബാൻഡിൽ ഇങ്ങനെ ഈ ഒരു സ്കാർഫ് തുന്നി കഴിഞ്ഞതിന് ശേഷം ഹെയർ ബാൻഡിൽ വെച്ചിട്ട് നമുക്ക് സൂചി നൂലും യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അത് ഹെയർ ബാൻഡിൽ അറ്റാച്ച് ആവും കേട്ടോ. അപ്പം ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഹെയർ ബാൻഡിൽ ചെയ്താൽ മതി. എപ്പോഴും നമ്മൾ ഹെഡിൻ്റെ സർക്കിംസ്റ്റൻസ് എടുക്കാം. ചെറിയ കുട്ടികൾക്ക് എത്രയാണോ ഹെഡിൻ്റെ സർക്കിംസ്റ്റൻസ് വരുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ എടുത്തു കൊടുത്താൽ മതി. അപ്പം നമുക്ക് കസ്റ്റമേഴ്സിനോടൊക്കെ ആണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു അളവിൽ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവരോട് തന്നെ ചോദിക്കുക. പിന്നെ ഇത് അളവിൻ്റെ ആവശ്യമില്ല, എന്താ വെച്ചാൽ നമ്മളിത് കെട്ടുന്നതായതുകൊണ്ട് നമുക്ക് ഏതൊരു അളവിലും നമുക്ക് കെട്ടുന്നതാണല്ലോ. അപ്പോൾ ടൈറ്റ് ആവുന്ന ഒരു പ്രശ്നമില്ല, നമുക്കനുസരിച്ചിട്ട് ടൈറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിങ്ങനെ നമ്മളിതാ ഇതുവരെ ഓരോ ചെയിനിലും ഓരോ സ്ലീവ് സ്റ്റിച്ച് എന്നുള്ള ഇത് ചെയ്തിട്ട് തിരിച്ചു വരാം. അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഓരോ സ്ലീവ് സ്റ്റിച്ച് എന്നുള്ളതിൽ ചെയ്തിട്ട് നമുക്കിതാ നമ്മളെ കയറിതാ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അടുത്തതും ചെയ്യണം. അപ്പോൾ നമ്മളിതാ ഇവിടെയാണ് എത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ആ ഒരു ബോർഡർ എഡ്ജ് ഒന്ന് വൃത്തിയാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്പേസിൽ DCയുടെ സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ അതിൻ്റെ ഇവിടെ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇതങ്ങനെ ഓരോ സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്കിങ്ങനെ ഒരു നീറ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ളത് അടുത്ത് ഈ ഒരു എൻഡ് എത്തുന്ന വരെ ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു വർക്കാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സ്കാർഫും കൂടിയാണ് കേട്ടോ ഇത്. ഇപ്പം ഒരുപാട് ഹെയർ ബാൻഡ്സിലൊക്കെ ഇത് ഇറങ്ങിയിട്ടുണ്ട്, ക്ലോത്തിലൊക്കെ നമുക്കിത് ഒരുപാട് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഹാൻഡ് മെയ്ഡ് ആകുമ്പോൾ ഒന്നും കൂടി ഒരു വൃത്തി ഉണ്ടാവും. അപ്പോൾ എല്ലാ കളേഴ്സിലും നമ്മളെ ഡ്രസ്സിനനുസരിച്ചിട്ട് നമുക്ക് കളേഴ്സിലൊക്കെ ചെയ്തെടുക്കാം. ബിഗിനേഴ്സിന് വരെ എളുപ്പത്തിൽ ചെയ്യാം. നമ്മൾ ആകെ അതിൽ യൂസ് ചെയ്യുന്നത് ഡബിൾ ക്രോഷ്യ. ആദ്യം മാജിക് സർക്കിൾ ചെയ്യും, പിന്നെ നമ്മൾ ഫുൾ യൂസ് ചെയ്യുന്നത് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും ചെയ്യും. പിന്നെ നമ്മളിപ്പം ഈ ഒരു കയറ് 2 കെട്ടുന്ന കയറുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയിൻ സ്റ്റിച്ചും സ്ലീവ് സ്റ്റിച്ചും യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ ഈ ഒരു ബോർഡർ ചെയ്യാൻ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് യൂസ് ചെയ്തു. അങ്ങനെ നമ്മൾ ആകെ കുറച്ച് സ്റ്റിച്ചസ് പഠിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു സ്കാർഫ് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഈ ടൈലൻ്റ് ഉണ്ട്, ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുത്തിട്ടുള്ള യാണാണ്. ഈ യാണ് ഇതിൻ്റെ കൂടെ നമുക്കിങ്ങനെ ഹൈഡാക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ പോവും. അല്ല നമ്മൾ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വാഷ് ചെയ്ത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ വാഷ് ചെയ്യുമ്പോൾ ഒക്കെ ഈ ഒരു നമ്മളങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് ഊരി പോരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ടൈലൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ നമ്മൾ സ്റ്റിച്ചസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡാക്കി വെച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് ആ യാണ് ഇവിടെ ഹൈഡായിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്തിട്ട് ആ ഒരു ലാസ്റ്റ് വരെ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റിൽ നമുക്ക് മറ്റേ കയറും കൂടി ചെയ്തെടുക്കാനുണ്ട്. പിന്നെ സ്ഥലത്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്കിങ്ങനെ ജസ്റ്റ് ഓരോ സ്റ്റിച്ച് ഇങ്ങനെ നോക്കിയിട്ട് അതിലിങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. സെയിം കളർ യാണ് തന്നെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ വേറെ കളർ യാണാകുമ്പോൾ അതിങ്ങനെ എടുത്ത് കാണിക്കും. അപ്പം 2-3 കളേഴ്സിലൊക്കെ നമുക്കിത് ചെയ്യാം.
ഈ ബോർഡർ ഈ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത് നമ്മൾ ബേസ് ചെയ്ത് ചെയ്യുന്ന ഏതാണോ കളറാണോ ചെയ്തത് ആ കളർ തന്നെ യൂസ് ചെയ്യണേ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വലിക്കുന്ന ഭാഗമൊക്കെ വൃത്തികേടായിട്ട് കാണും. അപ്പോൾ നമ്മളിതങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ അടുത്ത എഡ്ജിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ 12 ഇഞ്ച് വലുപ്പത്തിൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു നമ്മളിങ്ങനെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് ചെയിനിലും നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ഇവിടെ ഉള്ള ഈ ഒരു ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സ്ലീവ് സ്റ്റിച്ചും കൂടി ചെയ്യാം. അതിന് ശേഷം നമുക്ക് ചെയിൻ 1 ചെയ്ത് യാൺ കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ യാൺ വലിച്ച് ടൈറ്റ് ആക്കാം. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഇതിങ്ങനെ സിംഗിൾ ക്രോഷ്യ ചെയ്തില്ല, അവിടെ നമുക്ക് ഫ്രണ്ട് ആക്കിയിട്ട് ഫ്രണ്ട് സൈഡ് ആക്കാം. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ബാക്ക് സൈഡാണ്. അപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് ആ ഒരു ഭാഗം ഇനി നമുക്ക് ഈ ഒരു യാണ് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്കൊന്ന് ഫ്രണ്ടിലേക്ക് എടുക്കാം. അതിന് ശേഷം ഒന്ന് ബാക്ക് സൈഡിലേക്ക് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് നമുക്ക് നോട്ടിട്ട് കൊടുക്കാം. 1-2 സ്ഥലത്ത് ഇങ്ങനെ നോട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഏത് ലൂപ്പ് ആയാലും കുഴപ്പമില്ല. 1-2 പ്രാവശ്യം നോട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം ബാലൻസ് വരുന്നതാണ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മളെ സ്കാർഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ സ്കാർഫ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല 2 കയറൊക്കെ വെച്ചിട്ട് നമ്മളിതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്കാർഫാണ് കേട്ടോ അത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുക കേട്ടോ.